ഹേ ഓൾ വെൽക്കം ടു ഇമ്പൾ. സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സോഷ്യൽ ആൻഡ് പ്രിവെന്റീവ് ഫാർമസിയുടെ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസ് ആണ്. എന്താണ് ഹെൽത്ത്, എന്താണ് ഡിസീസ് എന്ന് പഠിക്കുന്ന ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്. അധികമായിട്ടൊന്നും പറയാനില്ല, പക്ഷേ ഇവിടെ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഹെൽത്ത് എന്ന് വെച്ചാൽ എന്താണ്? ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ വെൽബീയിങ് ആണ്. അത് മാത്രമല്ല അസുഖമില്ലാതിരിക്കുക, ആബ്സെൻസ് ഓഫ് ഡിസീസ് ആണ്. സോ ഈ ഒരു കൺസെപ്റ്റ് ഓരോ ടൈം കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റ്, സോഷ്യൽ, കൾച്ചർ ഡിറ്റർമിനേഷൻ ഒക്കെ ഒരുപാട് ഇവോൾവ് ചെയ്ത ഒരു കൺസെപ്റ്റ് ആണ് കേട്ടോ. സോ ഹെൽത്ത് എന്ന് പറയുന്നത്, ഞാൻ ഇപ്പോഴും പറയുന്നു, നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് മാനസികമായിട്ടുള്ള ആരോഗ്യം അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ആരോഗ്യം മാത്രമല്ല, എല്ലാം ഒരുമിച്ച് വരുന്ന കാര്യമാണ്. സോ നമുക്ക് നമ്മുടെ ആരോഗ്യപരമായിട്ട് നോക്കുവാണെങ്കിൽ ഗ്ലോബലി നമ്മുടെ മേജർ മോട്ടോ അല്ലെങ്കിൽ ഗോൾ എന്ന് പറയുന്നത് ആർക്കും അസുഖമില്ലാതിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഹെൽത്തിന്റെ കൺസെപ്റ്റ് പലതരത്തിലുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ബയോമെഡിക്കൽ കൺസെപ്റ്റ്. അതായത് ജേം തിയറി ഓഫ് ഡിസീസുമായി ബന്ധപ്പെട്ടാണ് ഇത് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു മെഷീൻ ആണെന്ന് നിങ്ങൾ കരുതിക്കൊള്ളാം. അതിലേക്ക് ഒരു മെക്കാനിക്കൽ ഫെയിലിയർ വരുന്നു, അതുപോലെയാണ് അസുഖം വരുന്നു എന്നാണ് ബയോമെഡിക്കൽ കൺസെപ്റ്റ് പറയുന്നത്. ഇനി എക്കോളജിക്കൽ കൺസെപ്റ്റ് ആണ്. ഇവിടെ ഡെവലപ്പ് ഡ്യൂ ടു ലിമിറ്റേഷൻ ഓഫ് ബയോമെഡിക്കൽ കൺസെപ്റ്റ്. ബയോമെഡിക്കൽ കൺസെപ്റ്റിന് ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ടാണ് എക്കോളജിക്കൽ കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അതായത് ഒരു ഹ്യൂമനും അവരുടെ എൻവയോൺമെന്റുമായി ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വ്യൂ ഡിസീസ് ആസ് റിസൾട്ട് ഓഫ് മാൽ അഡ്ജസ്റ്റ്മെന്റ് ടു എൻവയോൺമെന്റ്. എപ്പോഴാണോ എൻവയോൺമെന്റിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു കോംപ്രമൈസിങ് വരുന്നത്, അപ്പോഴാണ് നിങ്ങൾക്ക് അസുഖം വരിക എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സൈക്കോ സോഷ്യൽ കൺസെപ്റ്റ് ആണ്. സോഷ്യൽ, എക്കണോമിക്കൽ, പൊളിറ്റിക്കൽ, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഒക്കെ ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഹെൽത്ത് ഇൻക്ലൂഡിംഗ് ബോത്ത് ബയോളജിക്കൽ ആൻഡ് സോഷ്യൽ ആസ്പെക്ട്. സോ ബയോളജിക്കലും സോഷ്യൽ ആസ്പെക്റ്റും കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ബയോമെഡിക്കൽ പറഞ്ഞു, മെഷീനാണ്. എക്കോളജിക്കൽ പറഞ്ഞു, എൻവയോൺമെന്റ്. ആൻഡ് സൈക്കോ സോഷ്യൽ ആണെങ്കിൽ സോഷ്യൽ, എക്കണോമിക്കൽ, പൊളിറ്റിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഹോളിസ്റ്റിക് കൺസെപ്റ്റ് ആണ്. സോ അത് ഇന്റഗ്രേഷൻ ആണ് കേട്ടോ. ബയോമെഡിക്കലും എക്കോളജിക്കലും സൈക്കോ സോഷ്യൽ ആസ്പെക്റ്റും കൂടെ ഒരുമിച്ച് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ്. അതായത് റെക്കഗ്നൈസ് ദ റോൾ ഓഫ് സോഷ്യൽ, എക്കണോമിക്കൽ, പൊളിറ്റിക്കൽ ആൻഡ് എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസ് ഓൺ ഹെൽത്ത് ആണ് കേട്ടോ. അതായത് നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് വേണം. അതായത് ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഫുഡ്, ഇൻഡസ്ട്രി, എഡ്യൂക്കേഷൻ, ഹൗസിംഗ്, ഒരു മനുഷ്യന് വേണ്ട എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഹോളിസ്റ്റിക് കൺസെപ്റ്റ് എന്ന് പറയാ. ഇനി ഡൈമെൻഷൻ ഓഫ് ഹെൽത്ത്. ഹെൽത്തിന്റെ ഡൈമെൻഷൻ ഏതൊക്കെയാണ്, അത് ഏതൊക്കെ രീതിയിലാണ് നമുക്കുള്ളത്, അല്ലെങ്കിൽ വേർട്ടിക്കൽസ് ഏതൊക്കെയാണ്? ദ ഫസ്റ്റ് വൺ ഈസ് ഫിസിക്കൽ ഹെൽത്ത്. ഫിസിക്കൽ ഹെൽത്ത് എന്താണ്? നമ്മുടെ പുറം കാണുന്നത് അല്ലേ, നല്ല ഗുഡ് കോംപ്ലക്ഷൻ ഉണ്ടാവുക, കാഴ്ച ഉണ്ടാവുക, ഹൈറ്റ് ഉണ്ടാവുക, വെയിറ്റ് ഉണ്ടാവുക, നല്ല ഉറക്കം കിട്ടുക, നല്ല വിശപ്പ് ഉണ്ടാവുക, ഇതൊക്കെ ഫിസിക്കൽ ഹെൽത്തുമായി ബന്ധപ്പെട്ടതാണ്. ഇനി മെന്റൽ ഹെൽത്ത് ആണെങ്കിലോ, അതായത് നമുക്ക് നല്ല ഇൻഡിവിജ്വലിന് ആവശ്യമായ ഒരു രീതിയിലുള്ള ബാലൻസിങ് ആയിട്ടുള്ള സറൗണ്ടിങ് ഉണ്ടാവുക. അത് മാത്രമല്ല ഹാർമണി വിത്ത് വൺ സെൽഫ് ആൻഡ് അതേഴ്സ്. അതായത് നമ്മുടെ സോഷ്യൽ നമ്മൾ നന്നായിട്ടിരിക്കുക, മെന്റൽ നമ്മൾ നന്നായിട്ടിരിക്കുക എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സോഷ്യൽ ഹെൽത്ത് ആണ്. അവിടെയാണ് നമ്മൾ കൂടുതലായിട്ട് ഇന്റർ പേഴ്സണൽ ടൈസ് ഒക്കെ പറയുന്നത്. ഇപ്പോൾ ഒരാള് മറ്റൊരാളെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, അവരോട് എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇന്റിമസി, റെസ്പെക്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് വരിക. ഇനി സ്പിരിച്വൽ ഹെൽത്ത് ആണ്. അതായത് നമുക്ക് നമ്മളോട് തന്നെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന് മീനിങ് ആയിട്ട്, ലൈഫിൽ മീനിങ് ആയിട്ട് തോന്നുന്ന ഒരു അവസ്ഥയാണ് സ്പിരിച്വൽ ഹെൽത്ത് എന്ന് പറയുക. അല്ലാതെ ദൈവത്തിനെ വിളിക്കുക അല്ലെങ്കിൽ ദൈവത്തിനെ പ്രാർത്ഥിക്കുക, അതിനെ അല്ല ഉദ്ദേശിക്കുക. ഒരു മനുഷ്യനോട് തന്നെ സ്വന്തമായി ഒരു മീനിങ് തോന്നുക. ഇനി ഇമോഷണൽ ഹെൽത്ത് ആണ്. ഇവിടെ പറയണ്ടല്ലോ, ഫീലിങ്സ് ഒക്കെ തന്നെയാണ് കേട്ടോ. കൂടുതലും ഫീലിങ്സിനൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് എൻവയോൺമെന്റൽ ഹെൽത്ത് ആണ്. ഇവിടെ എന്ന് വെച്ചാൽ ഒരു ഹ്യൂമനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബോഡിനെ സംബന്ധിച്ച് അവരെ മറ്റുള്ള ഹസാർഡ്സിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇപ്പൊ ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോൾ ദേഹത്ത് എന്തെങ്കിലും വീഴുക, ഇപ്പൊ എക്സാമ്പിൾ ആസിഡ് വീഴുക, അല്ലെങ്കിൽ ആക്സിഡന്റ് സംഭവിക്കുക, അപ്പൊ ഇതൊക്കെ നമുക്ക് എൻവയോൺമെന്റൽ ഹസാർഡ്സ് ആണ്. സോ കെമിക്കൽ, ബയോളജിക്കൽ, സോഷ്യൽ, സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് മാത്രമല്ല, പല ഫാക്ടേഴ്സും ഉണ്ട്. സോ നെക്സ്റ്റ് വൺ ഈസ് ഇവാലുവേഷൻ ഓഫ് പബ്ലിക് ഹെൽത്ത്. എന്താ പബ്ലിക് ഹെൽത്ത്? പൊതു ആരോഗ്യം അല്ലെ. ദ സയൻസ് ആൻഡ് ആർട്ട് ഓഫ് പ്രിവെന്റിംഗ് ഡിസീസ്,
പ്രൊലോങ്ങിങ് ലൈഫ്, ഇംപ്രൂവിങ് ക്വാളിറ്റി ഓഫ് ലൈഫ്. ഇപ്പൊ എക്സാമ്പിൾ കോവിഡ് വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ പേരും എന്ത് ചെയ്യുന്നു, പബ്ലിക് സാനിറ്റൈസേഷൻ ചെയ്യാൻ തുടങ്ങി അല്ലേ. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കൂട്ടാൻ വേണ്ടി, അസുഖത്തിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി, ജീവിതം തന്നെ നീട്ടി കിട്ടാൻ വേണ്ടിയൊക്കെ നമ്മൾ ചെയ്യുന്ന രീതിയാണ് പബ്ലിക് ഹെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഒരു മോസ്റ്റ് അക്സെപ്റ്റബിൾ അല്ലെങ്കിൽ മോസ്റ്റ് നല്ല പബ്ലിക് ഹെൽത്ത് നമുക്ക് കൊണ്ടുപോലും നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും, അല്ലെങ്കിൽ ഏതൊക്കെ ഇത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും, അതാണ് ഇനി പറയാൻ പോകുന്നത്. എക്സ്പെരിമെന്റൽ ഡിസൈൻ യൂസ് ടു ഡിറ്റർമൈൻ ഇഫ് എ പ്രോഗ്രാം ഈസ് മോർ എഫക്റ്റീവ് ദാൻ കറന്റ് പ്രോസസ്. ഇവിടെ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്തു, ഇപ്പൊ COVID-19 ഒരു പ്രോഗ്രാം പോലെ ഇംപ്ലിമെന്റ് ചെയ്തു, അല്ലെങ്കിൽ പൾസ് പോലെയുള്ള പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്തു, ഇത് കറക്റ്റ് ആയിട്ട് നടക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് പാർട്ടിസിപ്പൻസ് റാൻഡംലി അസൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ കൺട്രോൾഡ് ഗ്രൂപ്പ് വെച്ചിട്ടോ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് നിങ്ങൾ ഓൾറെഡി ബയോസ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിക്കും, അപ്പൊ അതിൽ നിന്ന് കുറച്ച് നോട്ട്സ് ഇങ്ങോട്ട് മെർജ് ചെയ്യാൻ നോക്കുക. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ക്വസി എക്സ്പെരിമെന്റൽ ഡിസൈൻ ആണ്. ലാക്ക് റാൻഡം അസൈൻമെന്റ് ബട്ട് കമ്പയർഡ് എ ട്രീറ്റ്മെന്റ് ഗ്രൂപ്പ് വിത്ത് എ സിമിലർ നോൺ പാർട്ടിസിപ്പേറ്റിംഗ് ഗ്രൂപ്പ്. സോ ഇവിടെ റാൻഡംലി നമ്മൾ എടുക്കേണ്ടാവില്ല, എന്നാൽ എന്താണ് സിമിലർ ആയിട്ടുള്ള നോൺ പാർട്ടിസിപ്പേറ്റിംഗ് ഗ്രൂപ്പ്സുകളെ വെച്ചിട്ടായിരിക്കും നമ്മളിവിടെ കൂടുതലായിട്ട് പഠിക്കുക. സോ നെക്സ്റ്റ് വൺ ഈസ് നോൺ എക്സ്പെരിമെന്റൽ ഡിസൈൻസ് ആണ്. ഇവിടെ കമ്പാരിസണോ കാര്യങ്ങളോ ഒന്നുമില്ല, പ്രീ ആൻഡ് പോസ്റ്റ് ഇന്റർവെൻഷൻ സ്റ്റഡീസ് ആൻഡ് കേസ് സ്റ്റഡീസ്. സോ ഇവിടെ എന്താണ് ഒരു കാര്യം ചെയ്തതിന് മുന്നേ എങ്ങനെ, ചെയ്തതിന് ശേഷം എങ്ങനെ എന്നുള്ള കമ്പാരിസൺ നോക്കാറുണ്ട്. ആൻഡ് കേസ് സ്റ്റഡീസ് എല്ലാം കൊണ്ട് ഉദ്ദേശിച്ചത് അങ്ങനെ തന്നെയാണ്, മുന്നേ എങ്ങനെ ഇപ്പോൾ എങ്ങനെ അങ്ങനെ നോക്കുക കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ ഇൻ ഹെൽത്ത് പ്രൊമോഷൻ. ഏതൊക്കെ ഇവാലുവേറ്റ് ചെയ്യാം? ദ ഫസ്റ്റ് വൺ ഈസ് ഫോർമാറ്റ് ഇവാലുവേഷൻ. ഇവിടെ മോണിറ്റേഴ്സ് ദ ലേണിംഗ് പ്രോസസ് ഡ്യൂറിങ് ഇൻസ്ട്രക്ഷൻ, പ്രൊവൈഡ് കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് ഫോർ ഇംപ്രൂവ്മെന്റ്. ഇവിടെ നമുക്ക് ഒരു മെന്റർ പോലെയാണ്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻ തന്നുകൊണ്ടേയിരിക്കും, എന്നിട്ട് അതിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കും, നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ, അങ്ങനെയാണോ, ഇങ്ങനെയാണോ നോക്കാറുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് പ്രോസസ് ഇവാലുവേഷൻ ആണ്. ടൈപ്പ്, ക്വാണ്ടിറ്റി, ക്വാളിറ്റി ഓഫ് എ പ്രോഗ്രാം ആക്ടിവിറ്റി. ഒരു പ്രോഗ്രാമിനെ സംബന്ധിച്ച് അതിൻ്റെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, ടൈപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന് നോക്കുമായിരിക്കും ചെയ്യേണ്ടാവുക കേട്ടോ. സോ നമ്മൾ പറഞ്ഞു എന്താണ് പബ്ലിക് ഹെൽത്ത് കാര്യങ്ങൾ പറഞ്ഞു, അതിനുശേഷം എങ്ങനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ആൻഡ് ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ ആണ് ഞാൻ പറയുന്നത്. ഔട്ട്കം ഇവാലുവേഷൻ ആണ്. ഇത് ഷോർട്ട് ടേമോ ലോങ് ടേം എഫക്റ്റ് ഓഫ് എ പ്രോഗ്രാം എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ അറിയുന്നത്. ബേസിക് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നു കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ഇമ്പാക്ട് ഇവാലുവേഷൻ. ഇവാലുവേറ്റ് ദ പ്രോഗ്രാം എഫക്ട് ഓൺ പാർട്ടിസിപ്പന്റ് ഇൻക്ലൂഡിംഗ് ചേഞ്ച് ഇൻ അവയർനെസ്, നോളജ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ. അതായത് ഇപ്പൊ നമ്മൾ ഒരു ടെസ്റ്റ് നടത്തുന്ന പോലെ, പഠിപ്പിക്കുന്നതിന് മുന്നേ ഒരു ടെസ്റ്റ് നടത്തുന്നു, പഠിപ്പിച്ചതിന് ശേഷം ടെസ്റ്റ് നടത്തുന്നു. അപ്പൊ അവരുടെ നോളജിൽ മാറ്റം ഉണ്ടായോ, ആറ്റിറ്റ്യൂഡിൽ മാറ്റം ഉണ്ടായോ, അവയർനെസ് കിട്ടിയോ എന്നുള്ള കാര്യങ്ങളാണ്. അടുത്ത പെർഫോമൻസ് മോണിറ്ററിംഗ് ആണ്. ഇവിടെ റിയൽ ടൈം ഫീഡ്ബാക്ക് ആയിരിക്കും നമ്മൾ എടുക്കേണ്ടാവുക. നെക്സ്റ്റ് വൺ ഈസ് കോസ്റ്റ് ബെനിഫിറ്റ് ഇവാലുവേഷൻ. ഇവിടെ നമ്മൾ എന്താണ് നമ്മളെ കമ്പനി കോസ്റ്റും ബെനിഫിറ്റ്സും ഒക്കെ നോക്കിയിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് കേട്ടോ. സോ ഇതിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആഡ് ഓൺ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്വാൻറ്റേജ് കൊടുക്കാം. ഈ ഷോർട്ട് ടേം ആണ്, ഇപ്പൊ ബേസിക്കലി കോസ്റ്റ് ബെനിഫിറ്റ്സ് ആണ്, സോ എഫക്റ്റീവ് ആണ്, എക്കണോമിക് ആണ്, പക്ഷെ നമുക്ക് ഒരുപാട് കോസ്റ്റ് ഇട്ടില്ലെങ്കിൽ നമുക്കത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഗ്യാസ് ഒക്കെ അടിക്കാം കേട്ടോ, അതിനൊരു പ്രശ്നമില്ല. പക്ഷേ ഫസ്റ്റ് നിങ്ങൾ ഈ പോയിന്റ്സ് ചെയ്തിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. ഇനി നെക്സ്റ്റ് വൺ ഇസ് കൺസെപ്റ്റ് ഓഫ് ഡിസീസ് പ്രിവെൻഷൻ. നമുക്ക് ഡിസീസ് പ്രിവെൻഷൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പോൾ ഒരു ഡിസീസ് വന്നു കഴിഞ്ഞാൽ മേ ബി ഇത് ഡിസേബിലിറ്റിയിലേക്ക് പോകാം, ഇല്ലെങ്കിൽ ഡെത്തിലേക്ക് പോകാം, അല്ലെങ്കിൽ ഈവൻ ആ ഡിസീസ് വേഴ്സൺ ആകാം അല്ലെ. സോ ലെവൽ ഓഫ് പ്രിവെൻഷനിൽ ദ ഫസ്റ്റ് വൺ ഈസ് പ്രൈമോർഡിയൽ പ്രിവെൻഷൻ. എന്താണ് പ്രൈമോർഡിയൽ പ്രിവെൻഷൻ ആണ്. ഇൻവോൾവ്സ് ആക്ഷൻ ഓഫ് പ്രിവെൻഷൻ ദ എമർജൻസി ഓഫ് റിസ്ക് ഫാക്ടേഴ്സ്. സോ നമ്മൾ ആദ്യം ഉണ്ടാവുന്ന റിസ്ക് ഫാക്ടേഴ്സിനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. എൻവയോൺമെന്റ്, എക്കണോമിക്കൽ, സോഷ്യൽ, ബിഹേവിയറൽ കണ്ടീഷനൊക്കെ നോക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യുക. ഇന്റർവെൻഷൻ ഇൻക്ലൂഡിംഗ് ഇൻഡിവിജ്വൽ ആൻഡ് മാസ് എഡ്യൂക്കേഷൻ. നമുക്ക് COVID-19 ഒക്കെ വന്നപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്തത്? എമർജൻസി ഓഫ് റിസ്ക് ഫാക്ടേഴ്സ് ഒഴിവാക്കി, മാസ്ക് വെക്കണം, കൈ സാനിറ്റൈസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ആദ്യം പറഞ്ഞത്. കോവിഡ് തന്നെ നമുക്ക് എക്സാമ്പിൾ എടുക്കാൻ പറ്റും. സോ പ്രൈമറി പ്രിവെൻഷനകത്താണ് ഹെൽത്ത് പ്രൊമോഷൻ, ഇമ്മ്യൂണൈസേഷൻ, കീമോ പ്രൊഫൈലാക്സിസ്, അതൊക്കെയാണ് നമ്മുടെ ഈ മലേറിയക്കൊക്കെ നമ്മൾ മരുന്ന് കഴിക്കാറില്ലേ, അത് തന്നെയാണ്. സേഫ്റ്റി മെഷേഴ്സ് എടുക്കുക, ഹസാർഡ്സ് കൺട്രോൾ, എൻവയോൺമെന്റ് മോഡിഫിക്കേഷൻ, ലൈഫ് സ്റ്റൈൽ ബിഹേവിയർ മോഡിഫിക്കേഷൻ ഒക്കെ. സെക്കൻഡറി പ്രിവെൻഷൻ ആണ് എന്നുണ്ടെങ്കിൽ എയിം ടു ഹോൾഡ് ഡിസീസ് പ്രോഗ്രഷൻ ആൻഡ് പ്രിവെന്റ് കോംപ്ലിക്കേഷൻ കുറയ്ക്കുക, ഡിസീസിന്റെ പ്രോഗ്രഷനെ കുറയ്ക്കുക. അപ്പോഴാണ് നമുക്ക് എന്ത് വന്നത്? നമുക്ക് ഐസൊലേറ്റ്
ഐസൊലേഷൻ അല്ലെങ്കിൽ വീട്ടിലിരിക്കണം, പണിക്കൊന്നും പോകണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഇയർലി ഡയഗ്നോസിസ് അവിടെ എങ്ങനെയാണ് ചെയ്ത് ഇയർലി ഡയഗ്നോസിസ്? സ്ക്രീൻ ടെസ്റ്റ് ലൈക്ക് മാമോഗ്രാഫ്, PAP സ്മിയേഴ്സ് ഒക്കെ ചെയ്യാം. പ്രൊമോട്ട് ട്രീറ്റ്മെന്റ് ടു റിസ്റ്റോർ ഹെൽത്ത്. സോ അസുഖമുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ അവർ ഐസൊലേറ്റ് ചെയ്ത് മാറ്റി നിർത്തുന്നു. ഇത് ടെറിഷറി ആണ്, അപ്ലൈഡ് വെൻ ഡിസീസ് പ്രോസസ് ആൻഡ് അഡ്വാൻസ് ബിയോണ്ട് ഇയർലി സ്റ്റേജ്. ഇപ്പൊ ചില ആൾക്കാരിലൊക്കെ ഭയങ്കരമായിട്ട് അസുഖം വന്ന് ശ്വാസം കിട്ടാതെ വെന്റിലേറ്ററിലായ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് ലൈൻ സെന്റേഴ്സുകൾ വന്നൂലേ, അതുപോലെ ഇപ്പൊ ഡിസേബിലിറ്റി ലിമിറ്റേഷൻ, റീഹാബിലിറ്റേഷൻ കൊടുത്തു. സോ ഡിസേബിലിറ്റി, ഡിസീസ്, ഇമ്പയർമെന്റ്, ഹാൻഡിക്യാപ്റ്റ്, അങ്ങനെയാണ് പിന്നെ ഫർദർലി പോവുക. ഇപ്പൊ വൺസ് ഒരാൾക്ക് ഡിസേബിലിറ്റി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിസീസ് ആൻഡ് ഡിസേബിലിറ്റി വന്നാൽ പിന്നെ ഇമ്പയർമെന്റ് ആയി പിന്നെ ഹാൻഡിക്യാപ്റ്റ് ആയി പോവുകയാണ് ചെയ്യുക. സോ ഈ രീതിയിലാണ്. അപ്പൊ കോവിഡുമായിട്ട് നിങ്ങൾ കമ്പയിൻ ചെയ്ത് നിങ്ങൾ പഠിച്ചത് ഭയങ്കര എളുപ്പമായിരിക്കും, നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഇത് എഴുതാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഡിസേബിലിറ്റി ലിമിറ്റേഷൻ ആൻഡ് ഡിസീസ് പ്രിവെൻഷൻ. സോ ഡിസേബിലിറ്റി കൊണ്ട് ലിമിറ്റേഷൻ ഉണ്ടാവാറുണ്ട് അല്ലെ. സോ ഡിസേബിലിറ്റി തന്നെ ടെമ്പററി ഉണ്ട്, പെർമനന്റ് ഉണ്ട്. ടെമ്പററി മീൻസ് ഇപ്പൊ കൈ ഒടിഞ്ഞു പോയി, അപ്പൊ കുറച്ച് നാൾ കൈക്ക് പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നു, അത് ടെമ്പററി ആണ്. ഇനി പെർമനന്റ് ആണെങ്കിലോ കണ്ടിന്യൂസ്ലി കൈ അങ്ങ് പോയി ആംബ്യൂട്ട് ചെയ്യേണ്ടി വന്നു, അതാണ് പെർമനന്റ് എന്ന് പറയാം. സോ ഇമ്പയർമെന്റ്, എനി ലോസ് ഓർ അബ്നോർമാലിറ്റി ഓഫ് സൈക്കോളജിക്കൽ, ഫിസിയോളജിക്കൽ ഓർ അനാട്ടമിക്കൽ സ്ട്രക്ചർ ഓഫ് ഫംഗ്ഷൻ, ഇപ്പൊ ആംബ്യൂട്ട് ചെയ്യുന്നത് പോലെ. ഡിസേബിലിറ്റി ആണെങ്കിലോ എനി റെസ്ട്രിക്ഷൻ ഓർ ലാക്ക് ഓഫ് എബിൾ ടു പെർഫോം ആൻ ആക്ടിവിറ്റി ഇൻ എ മാനർ ഓർ വിത്തിൻ ദ റേഞ്ച് കൺസേൺ നോർമൽ ഓഫ് എ ഹ്യൂമൻ ബീങ്. സോ ഇപ്പൊ കൈ ഒടിഞ്ഞു പോയി പ്ലാസ്റ്റർ ഇട്ടിരുന്നു, അപ്പൊ നമുക്ക് സാധാരണ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഹാൻഡിക്യാപ്റ്റ്, അതായത് മെന്റൽ ഓർ ഫിസിക്കൽ ഡിസ്അഡ്വാൻറ്റേജ്മെന്റ് ആണ് ബ്ലൈൻഡ്നെസ്, ലിംബ് മിസ്സാവുക എന്നുള്ളതാണ്. ഇറ്റ് ക്യാൻ ഓൾസോ റെഫർ ടു ആർട്ടിഫിഷ്യലി ഇമ്പോസ് ലിമിറ്റേഷൻ ഇൻ സ്പോർട്സ്. സോ ഇത് നമുക്ക് ലിമിറ്റേഷൻസ്, ഈവൻ സ്പോർട്സ് പോലും ചെയ്യുമ്പോൾ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ പോലും നമ്മളത് കൺസിഡർ ചെയ്യാറുണ്ട്. ഇനി നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം? പ്രീമോർഡിയൽ പ്രിവെൻഷൻ, ഹെൽത്ത് മെഷർ ടു റെഡ്യൂസ് റിസ്ക് ഫാക്ടർ ബിഫോർ ദേ എമർജ്. പ്രൈമറി പ്രിവെൻഷൻ, സെക്കൻഡറി ആൻഡ് ടെർഷറി, ഇതൊക്കെ നമ്മളവിടെ പഠന കാര്യങ്ങളുടെ സെയിം തന്നെയാണ് കേട്ടോ, വേറെ വ്യത്യാസമൊന്നുമില്ല. നെക്സ്റ്റ് വൺ ഇസ് റീഹാബിലിറ്റേഷൻ. എന്താണ്? നമ്മൾ തിരിച്ചു കൊണ്ടുവരികയാണ് അല്ലെ. ഡിസേബിലിറ്റിനെ റെഡ്യൂസ് ചെയ്ത് ഒരു ഇൻഡിവിജ്വലിന്റെ ഹെൽത്ത് കണ്ടീഷനെ കൂടുതൽ നന്നാക്കി കൊണ്ടുവരുന്ന രീതിയാണ് റീഹാബിലിറ്റേഷൻ. കള്ള് കുടിച്ചാൽ റീഹാബിൽ ചെയ്യുന്നത് പോലെ അല്ല, അതിന്റെ ആക്ച്വൽ മീനിങ് തന്നെ ഡിസേബിലിറ്റി കുറയ്ക്കുക. ഇപ്പൊ എക്സാമ്പിൾ, കിടന്നു പോകുന്ന ആള് അല്ലെങ്കിൽ അനങ്ങാൻ പറ്റാത്ത ഒരാളെ നമ്മൾ പയ്യെ തെറാപ്പി കൊടുത്ത് എണീറ്റ് കൊണ്ടുവരുന്നു, അത് റീഹാബിലിറ്റേഷൻ ആണ്. മെഡിക്കൽ റീഹാബിലിറ്റേഷൻ ഉണ്ട്, വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ ഉണ്ട്, സോഷ്യൽ റീഹാബിലിറ്റേഷൻ ഉണ്ട്, സൈക്കോളജിക്കൽ റീഹാബിലിറ്റേഷൻ ഉണ്ട്. മെഡിക്കൽ റീഹാബിലിറ്റേഷൻ എന്തായിരിക്കും? നമുക്ക് മെഡിസിൻസ് കൊടുത്ത് നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്നു, കോമയിൽ നിന്നൊരാളെ തിരിച്ചു കൊണ്ടുവരുന്നു. വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ, സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്യാം, നമുക്ക് അവർക്ക് വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കുന്നത് പോലെ. സോഷ്യൽ റീഹാബിലിറ്റേഷൻ, സോഷ്യലി ഓക്കെ ആവാൻ. സൈക്കോളജിക്കൽ, അപ്പം ഇപ്പോൾ ഒരാൾ ഡിപ്രഷനായി കിടക്കുവാണ്, അവരെ നമുക്ക് റീഹാബ് ചെയ്യാം, അങ്ങനെയൊക്കെ കേട്ടോ. സോ സക്സസ്ഫുൾ പ്രിവെൻഷൻ ഡിപ്പെൻഡ്സ് ഓൺ, നമ്മൾക്ക് എപ്പോഴാണ് ഈ പ്രിവെൻഷൻ സക്സസ്ഫുൾ ആയി എന്ന് പറയാൻ പറ്റുക? അസുഖമില്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ലാത്ത അവസ്ഥ അല്ലെ. ഡൈനാമിക് ഓഫ് ഡിസീസ് ട്രാൻസ്മിഷൻ നമുക്ക് കുറയണം, എന്നാൽ പ്രിവെൻഷൻ ഓക്കെ. നോളജ് ഓഫ് കോസേഷൻ. സോ എപ്പോഴും ഒരു പ്രിവെൻഷൻ, ഒരു അസുഖം പ്രിവെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഡിസീസ് എങ്ങനെയാണ് പകരുക നമ്മൾ അറിയണം, അതിനെപ്പറ്റിയുള്ള വിവരം നമ്മൾ ആൾക്കാർക്ക് കൊടുക്കണം. എന്തൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ് തിരിച്ചറിയണം, ഏതൊക്കെയാണ് റിസ്ക് ഗ്രൂപ്പ് എന്നറിയണം, അവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തൊക്കെ പ്രിവെന്റീവ് മെഷേഴ്സ് കൊടുക്കാൻ പറ്റും എന്നറിയണം. പ്രൊഫൈലാക്റ്റിക്, നമുക്ക് വരാതിരിക്കാൻ എന്ത് ചെയ്യാം, എയർ ഡിറ്റക്ട്, വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ചെയ്യാം, ഏതൊക്കെ ട്രീറ്റ്മെന്റ് മെത്തേഡുകൾ യൂസ് ചെയ്യാം, കണ്ടിന്യൂസ് ഇവാലുവേറ്റ് ചെയ്യുക, പുതിയ സ്ട്രാറ്റജി കൊണ്ടുവരിക. ഈ രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് എപ്പോഴും പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റുക. സോ നെക്സ്റ്റ് വൺ നമ്മൾ പറയാൻ പോകുന്ന കൺസെപ്റ്റ് ഓഫ് ഡിസീസ് കൺട്രോൾ ആണ്. ഡിസീസ് കൺട്രോൾ നമ്മൾ ചെയ്യേണ്ട ആവശ്യം എന്താണ്? സോ നമുക്ക് ഓൾറെഡി ട്രാൻസ്മിഷന്റെ റിസ്ക് കുറയ്ക്കുക, കൂടുതൽ ഫർദർലി ആൾക്കാർക്ക് പ്രശ്നം വരാതിരിക്കുക, എക്കണോമിക് ബേർഡൻ. ഇപ്പൊ നമുക്ക് കോവിഡ് വന്നപ്പോൾ എല്ലാവർക്കും അറിയാം അല്ലെ, നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയതാണ്, കുറെ പേർക്ക് അസുഖം വന്നു, ആശുപത്രിയിലായി, പൈസ ചെലവായി, നമുക്ക് സോഷ്യലി അത് ബേർഡനായി, പിന്നെ സൈക്കോളജിക്കലി ഒരുപാട് പേർക്ക് പ്രശ്നം, ജോലി ഇല്ലാണ്ടായി, ആത്മഹത്യകളുണ്ടായി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായി അല്ലെ. അപ്പൊ തന്നെ പ്രൈമറി, സെക്കൻഡറി പ്രിവെൻഷൻ, ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മറ്റേ പ്രിവെൻഷൻ പഠിച്ചാൽ അത് നമുക്ക് ഇവിടെ എഴുതി വെക്കാനായിട്ട് പറ്റും കേട്ടോ. സോ ഇനി നിങ്ങളോട് ഒരാൾ ചോദിക്കുവാണ് എന്താണ് എറാഡിക്കേഷൻ, എന്താണ് എലിമിനേഷൻ എന്നുള്ളതാണ്. സോ നമുക്ക് ഏതൊരു അസുഖവും നമുക്ക് 2-3 ഫേസിലൂടെ കടന്നു പോവാറുണ്ട്. കൺട്രോൾ, എലിമിനേഷൻ, എറാഡിക്കേഷൻ. കൺട്രോൾ എന്താണ്? അത് കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അസുഖത്തിന്റെ ഇമ്പാക്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. അവിടെ എലിമിനേഷൻ ഇല്ല, ഇമ്പാക്റ്റ് കുറയ്ക്കുക. എലിമിനേഷൻ ആണെങ്കിലോ ഇന്ററപ്ഷൻ ഓഫ് ഡിസീസ് ട്രാൻസ്മിഷൻ ഇൻ എ സ്പെസിഫിക് റീജിയൻ. പോളിയോ, ഡിഫ്തീരിയ, ഇപ്പൊ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ചില അസുഖങ്ങളൊക്കെ ഇപ്പം എന്താണ് നമുക്ക് ഈ
ചിക്കൻ പോക്സ് അല്ല, അതിന്റെ വേറൊരു സ്മോൾ പോക്സ് ഒക്കെ ഓൾറെഡി ഇന്ത്യൻ ഇറാഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അത് എലിമിനേഷൻ കഴിഞ്ഞ് ഇറാഡിക്കേറ്റ് ചെയ്തതാണ്. നെക്സ്റ്റ് വൺ ഈസ് ഇറാഡിക്കേഷൻ ആണ്, കംപ്ലീറ്റ് ടെർമിനേഷൻ ഓഫ് ഡിസീസ് ട്രാൻസ്മിഷൻ വേൾഡ് വൈഡ്. നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ആയിട്ട് ഇറാഡിക്കേറ്റ്. വേൾഡ് വൈഡിൽ ഇപ്പോൾ സ്മോൾ പോക്സ് ഒന്നും കാണില്ല, ഇന്ത്യയിലൊന്നും അതിനൊരു കേസ് പോലും ഇല്ല, ഫുള്ളി ഇറാഡിക്കേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പം ആദ്യം കൺട്രോൾ ചെയ്യും, പിന്നെ എലിമിനേറ്റ് ചെയ്യും, പിന്നെ ഇറാഡിക്കേറ്റ് ചെയ്യും. ഇപ്പം അങ്ങനെ ചെയ്തൊരു പ്രോഗ്രാമാണ് നമുക്ക് സ്മോൾ പോക്സ് പറയാൻ പറ്റുക. ആൻഡ് മോണിറ്ററിങ് സർവേ, നമ്മൾ കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യണം. കാരണം ഇൻ കേസ് എപ്പോഴെങ്കിലും വന്നത് പൊങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല. ഒരു പോയ അസുഖം തിരിച്ചറിയാൻ വലിയ പാടൊന്നുമില്ല, ബട്ട് സ്റ്റിൽ നമ്മൾ നോക്കേണ്ടത് ആവശ്യമാണ്. സർവീലൻസ്, നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ഒബ്സർവ് ചെയ്യണം, ഒരു അസുഖം സ്പ്രെഡ് ചെയ്യുന്നുണ്ടോ വരുന്നുണ്ടോ എന്നുള്ളതാണ്. സോഷ്യൽ കോസ് ഓഫ് ഡിസീസ്. So social determination of health outcome. WHO identified 10 key determinants. എന്തൊക്കെയാണ് സോഷ്യൽ കോസ് ഓഫ് ഡിസീസ്? സ്ട്രെസ്, എയർലി ലൈഫ്, സോഷ്യൽ എക്സ്ക്ലൂഷൻ, വർക്ക്, അൺഎംപ്ലോയ്മെന്റ്, സോഷ്യൽ സപ്പോർട്ട്, അഡിക്ഷൻ, ഫുഡ്, ട്രാൻസ്പോർട്ട്, സോഷ്യൽ ഗ്രേഡിയൻ. ഇതെല്ലാം എന്താണ്? 10 കീ ഡിറ്റർമിനൻസ് ആണ്. WHO ഒരു ഹെൽത്തിന്റെ ഔട്ട്കം നന്നായിട്ട് വരണമെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഔട്ട്കമ്മുകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തിയതാണ്. സോഷ്യൽ പ്രോബ്ലം ഓഫ് ദ സിക്ക്. ഒരാൾ സിക്കായി കഴിഞ്ഞാൽ എന്തൊക്കെ സോഷ്യൽ പ്രോബ്ലം ഉണ്ടാവും ഒന്ന് ആലോചിച്ച് വെക്കും. ഞാൻ സിക്കാണ്, അപ്പൊ എന്തൊക്കെ ഉണ്ടാവും? സോഷ്യൽ റിലേഷൻഷിപ്പ്, എഡ്യൂക്കേഷൻ പ്രോബ്ലം, എംപ്ലോയ്മെന്റ് ഇഷ്യൂ, ലോസ് ഓഫ് ഇൻഡിപെൻഡൻസ്, കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ, അങ്ങനെ ഒരുപാട് പ്രശ്നം ഉണ്ടാവും അല്ലെ. സോഷ്യൽ റിലേഷൻഷിപ്പ്, ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകുമോ? സ്റ്റിഗ്മ ഉണ്ടാവുകയോ? എനിക്കിപ്പോൾ TV വന്നു, അപ്പൊ ആൾക്കാരനെ ഒഴിവാക്കും. എഡ്യൂക്കേഷൻ പ്രോബ്ലം, എൻ്റെ പൈസ ഇല്ല, എക്സ്പെൻസീവ് എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ എനിക്ക് പ്രൈമറി എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല, അതൊരു പ്രശ്നം തന്നെയാണ്. എംപ്ലോയ്മെന്റ് ഇഷ്യൂ, അതായത് ഹൈ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഇപ്പോൾ കൂടുതലാണ്, ആൾക്കാർക്ക് ജോലിയില്ല, ഓപ്പർച്യൂണിറ്റി ഇല്ല, അല്ലെങ്കിൽ ശമ്പളം ഇല്ല എന്നുള്ളത്. ലോസ് ഓഫ് ഇൻഡിപെൻഡൻസ്, അതായത് ഇപ്പോൾ ഡെയിലി ആക്ടിവിറ്റി ചെയ്യാൻ തന്നെ ചില ആൾക്കാർക്ക് സാധിക്കാറില്ല, അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്. പ്രായമായ അമ്മമാരോട് ചോദിച്ചാൽ മതി, പണ്ടത്തെ പോലാണ് ഇപ്പോഴുള്ളത്, അവർ പറയാം അല്ല, അങ്ങനെ തന്നെ പറയും അല്ലേ. ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ, അപ്പം ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ല, അതിപ്പോൾ നമ്മുടെ ഫാമിലി ആയിക്കോട്ടെ, പുറത്തുള്ളവരായിക്കോട്ടെ, ആരെങ്കിലും ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ അത് നമ്മളെ ഒരുപാട് അഫക്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂവിന് അതിൻ്റെതായ അഡ്വാൻറ്റേജും ഉണ്ട് എന്നുള്ളതാണ്. ഇത്രയേ ഉള്ളൂ, ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്. ഈ സോഷ്യൽ പ്രിവെന്റീവ് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, അതിന്റെ ബേസിക് കൺസെപ്റ്റ് മനസ്സിലാക്കി നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് അത് പറ്റുന്ന കാര്യമേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ തന്നെ പ്രോപ്പറായിട്ട് പഠിച്ചു പോവുക. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.